നവംബർ 17-നായുള്ള കാത്തിരിപ്പിലാണ് കേരളം. ഫുട്ബോളിന്റെ മിശിഹ നമ്മുടെ മണ്ണിൽ എത്തുന്നത് കാണാനുള്ള കാത്തിരിപ്പ്. ഇതിലും വലിയൊരു സ്വപ്നം കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഇനി നേടിയെടുക്കാൻ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ആ സ്വപ്നത്തിന് കൂടുതൽ നിറവും ശോഭയും ഒക്കെ തരുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നത്. മറ്റൊന്നുമല്ല, ലോകകപ്പ് ജയിച്ച അതേ ടീം തന്നെയാണ് നമ്മുടെ കൊച്ചിയിലേക്ക് എത്തുന്നതെന്ന്. പോരേ പൂരം, ഇതിൽ പരം ആനന്ദം മറ്റെന്ത്. മെസ്സി ഉണ്ടെന്ന് മാത്രമല്ല, എമിലിയാനോ, ആൽവാരസ്, ലൗതാരോ മാർട്ടിനസ്, അങ്ങനെ പ്രിയപ്പെട്ട താരകങ്ങൾ അകമ്പടിയായിട്ടുണ്ടാകും മിശിഹായുടെ ആ എഴുന്നള്ളത്തിന്. എല്ലാം നിയന്ത്രിക്കാൻ നമ്മുടെ സ്കലോണി ആശാനും ഏഞ്ചൽ ഡി മരിയയും എൻസോ ഫെർണാണ്ടസും മാത്രമാണ് കൊച്ചിയിലേക്ക് വിമാനം കയറാൻ ഇല്ലാത്തത്. 18-അംഗ സംഘത്തിന്റെ ലിസ്റ്റാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കൈമാറിയത്. ക്യാപ്റ്റൻ ലയണൽ മെസ്സി തന്നെ, എമിലിയാനോ മാർട്ടിനസ്, അലക്സിസ് മക്കാലിസ്റ്റർ, റോഡ്രിഗോ ഡി പോൾ, നിക്കോളാസ് ഒട്ടമെൻഡി, ജൂലിയൻ അൽവാരസ്, ലൗതാരോ മാർട്ടിനസ്, ഗോൺസാലോ മോൺട്രിയൽ, നിക്കോളാസ് ടാഗ്ലിയഫിക്കോ, യുവാൻ ഫോയ്ത്ത്, മാർക്കസ് അക്യൂന, എസക്കിയൽ പലാസിയോസ്, ജിയോവാനി ലോസെൽസോ, ലിയൻഡ്രോ പാരഡൈസ്, നിക്കോ ഗോൺസാലസ്, തിയാഗോ അൽമാഡ, ക്രിസ്ത്യൻ റൊമേറോ, നഹോൽ മൊളീന. ഇതാണ് ആ സ്വപ്ന സ്ക്വാഡ്. പക്ഷേ ഈ ടീം ആര് പ്രഖ്യാപിച്ചു എന്നൊന്നും ചോദിക്കരുത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്തായാലും ഔദ്യോഗികമായി ഈ ടീം പ്രഖ്യാപനം നടത്തിയിട്ടില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കായിക മന്ത്രിയും ഒപ്പം സ്പോൺസർമാരുമാണ് ഇവരൊക്കെയാണ് എത്തുന്നത് എന്ന് അറിയിച്ചത്. കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നവരുടെ ലിസ്റ്റ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കൈമാറിയിട്ടുണ്ട്. അതുപ്രകാരമാണ് ഈ പേരുകൾ പുറത്തു വന്നത് എന്നാണ് വിവരം. ഒരുപാട് ചോദ്യങ്ങൾ ടീം പ്രഖ്യാപനത്തിന് പിന്നാലെ വരുന്നുമുണ്ട്. എമിലിയാനോ മാർട്ടിനസ് ആണ് ടീമിലെ ഏക ഗോൾ കീപ്പർ. അപ്പോൾ എമിലിയാനോയ്ക്ക് എങ്ങാനും കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പക്ഷെ ചോദിക്കരുത്. ഫ്രണ്ട്ലി മാച്ചല്ലേ, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. വെനസ്വേലയ്ക്കെതിരായ മണിക്കൂറുകൾ മുമ്പ് മാത്രം കഴിഞ്ഞ മത്സരത്തിലിറങ്ങിയ എൻസോ ഫെർണാണ്ടസ് ഇല്ലാത്തതും ട്രോളായി നിറയുന്നുണ്ട്. ഫ്രണ്ട്ലി മാച്ചല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാമെന്നേ. അർജന്റീനയ്ക്ക് എതിരാളികളായി എത്തുന്നത് ഓസ്ട്രേലിയയാണ്. 10 ദിവസം മുമ്പേ ഓസ്ട്രേലിയൻ സംഘം കൊച്ചിയിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് മെസ്സിയും ടീമും വരുന്നതിന് മുൻപേ തന്നെ ആ ഉത്സവത്തിന് കൊടിയേറും. മൂന്നാമത്തെ ഒരു ടീമുമായി ഓസ്ട്രേലിയയുടെ ഒരു പ്രദർശന മത്സരം നടത്താൻ സംഘാടകർ ശ്രമിക്കുന്നുണ്ട്. ടീം ഏതാണെന്ന് സെറ്റാകാത്തതിനാൽ ഉറപ്പിക്കാൻ ആയിട്ടില്ല എന്ന് മാത്രം. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, എത്ര പേർക്ക് കളി കാണാൻ പറ്റും, അതാണ് ചോദ്യം. 30 വർഷത്തോളം പഴക്കമുള്ള കലൂർ സ്റ്റേഡിയത്തിൽ കാണികളുടെ സുരക്ഷ അതെന്നും ഒരു ചോദ്യചിഹ്നമാണ്. സ്റ്റേഡിയത്തിന് ബലക്ഷയമുണ്ടെന്ന പല ഊഹാപോഹങ്ങളും പലപ്പോഴായി വന്നിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ടൊരു പഠന റിപ്പോർട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഫിഫയുടെ നിർദ്ദേശപ്രകാരം 29,000 കാണികൾക്കാണ് അണ്ടർ 17 ലോകകപ്പ് സമയത്ത് അനുമതി ഉണ്ടായിരുന്നത്. ISL-ൽ 35,000-ലേറെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിറഞ്ഞ് എത്താറുണ്ടെങ്കിലും കണക്കുകൾ ഔദ്യോഗികമായി എത്തുമ്പോൾ എപ്പോഴും അത് 30,000-ൽ താഴെയായിരിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെയാണല്ലോ വരാവൂ. മെസ്സിയും സംഘവും ഇനി കേരളത്തിലെത്തുമ്പോൾ എത്ര പേർക്ക് ആ നിമിഷങ്ങൾ നേരിൽ കാണാൻ കഴിയും? ഇതിലൊരു തീരുമാനം വരണമെങ്കിൽ പാലക്കാട് IIT-യും PWD-യും SKF-ഉം സംയുക്തമായി നടത്തിയ പരിശോധനയുടെ ഫലം പുറത്തു വരണം. പാലക്കാട് IIT-യാണ് ഈ പ്രാഥമിക പഠന റിപ്പോർട്ട് നൽകുക. സ്റ്റേഡിയത്തിന് ബലക്ഷയം ഉണ്ടോ എന്നതാണ് പ്രധാനമായും സംഘം പരിശോധിച്ചത്. സ്റ്റെബിലിറ്റി, സേഫ്റ്റി, ഇത് രണ്ടും അടിസ്ഥാനമാക്കിയാകും ഈ റിപ്പോർട്ട്. 55,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സ്റ്റേഡിയമാണെന്നാണ് പൊതുവിലയിരുത്തൽ. 50,000 പേരെയെങ്കിലും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞാലേ കാര്യങ്ങൾ വസൂലാകും. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഇതിനോടടുത്തുള്ള ഒരു സംഖ്യ വരുമെന്ന് പ്രതീക്ഷിക്കാം. കാണികളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച പാടില്ല താനും. വേണ്ടതുപോലെ മെയിൻ്റനൻസ് നടത്താത്തതാണ് നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ പ്രധാന പ്രശ്നം. 2017-ൽ ഫിഫ ടൂർണമെൻറ്റ്സ് ഡയറക്ടർ ജെയ്മി യാർസ 3 ആശങ്കകൾ കലൂർ സ്റ്റേഡിയത്തെക്കുറിച്ച് പങ്കുവച്ചിരുന്നു. അതിലൊന്നാമത്തേത് സ്റ്റേഡിയത്തിൻ്റെ നടുവിലുണ്ടായിരുന്ന ആ ക്രിക്കറ്റ് പിച്ചായിരുന്നു. അണ്ടർ 17 ലോകകപ്പിന് ശേഷം ആ ആശങ്കയ്ക്ക് സ്ഥാനമില്ല. കാരണം ഇപ്പോൾ അവിടെ ക്രിക്കറ്റ് മത്സരമില്ല. ആ പിച്ച് ഇളക്കി മാറ്റി ഫിഫ സ്റ്റാൻഡേർഡിൽ ഒരു ടർഫ് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആശങ്ക സ്റ്റേഡിയത്തിലെ അപ്പർ ഗാലറിയിൽ, അതായത് മുകളിലെ തട്ടിൽ ആളുകളെ പ്രവേശിപ്പിക്കരുത് എന്നതായിരുന്നു. അപ്പർ ഗാലറിയിൽ നിലവിൽ കാണികളെ പ്രവേശിപ്പിക്കുന്ന പതിവുമില്ല. മൂന്നാമത്തേതായിരുന്നു വലിയ ആശങ്ക. ഗ്യാസ് സിലിണ്ടർ പ്രവർത്തിപ്പിക്കുന്ന നിരവധി ഹോട്ടലുകൾ സ്റ്റേഡിയത്തിൻ്റെ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് വെറും ആശങ്കയല്ലെന്ന് ബോധ്യപ്പെടുത്തും വിധമായിരുന്നു ഈ വർഷം ഒരു ഇഡലിക്കടയിലെ ബോയിലർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകട മരണം. ഇതിന് എങ്ങനെയായിരിക്കും പരിഹാരം കാണുക? ഗ്യാസ് സിലിണ്ടറുകൾ, ബോയിലറുകൾ എന്നിവയൊക്കെ ഉപയോഗിക്കുന്ന ഹോട്ടലുകൾ, കഫേകൾ എന്നിവയ്ക്കെല്ലാം ഈ ദിവസങ്ങളിൽ, അതായത് അർജന്റീന ടീം എത്തുന്ന ദിവസങ്ങളിൽ പ്രവർത്തനാനുമതി നൽകില്ല എന്നുള്ളതാണ് സംഘാടകരുടെ ഉത്തരം. പക്ഷേ അത് എത്ര ദിവസത്തേക്ക്? ഹോട്ടൽ ഉടമകൾക്ക് ഇതിനുള്ള നഷ്ടപരിഹാരം അത് ആവശ്യപ്പെട്ടാൽ നൽകാൻ കഴിയുമോ? ഇങ്ങനെ ചില സംശയങ്ങൾ ബാക്കിയാണ്.
കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് നടത്താത്ത കുഴപ്പമാണ് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ശാപം. 2 വർഷം മുമ്പ് ഒരു ISL മത്സരത്തിനിടെ കോൺക്രീറ്റ് പാളി ഇളകി വീണ് കാണികളിൽ ഒരാളുടെ കയ്യിൽ വീണതൊക്കെ മറന്നു കാണില്ല. 70 കോടി രൂപ മുടക്കി നവീകരണം നടത്തുമെന്നാണ് സ്പോൺസേഴ്സിന്റെ പ്രഖ്യാപനം. ഏകദേശം 15,000-ൽ ഏറെ കസേരകൾ മാത്രം മാറ്റി സ്ഥാപിക്കണമെന്നാണ് കണക്ക്. എന്തൊക്കെയാണെങ്കിലും ഫുട്ബോൾ ആരാധകർക്ക് ഒന്നേ പറയാനുണ്ടാകും: ആശ പെരുത്തിരിക്കുകയാണ് മെസ്സിയെ കാണാൻ. ഞങ്ങളുടെ മെസ്സിമുത്ത് ഈ മണ്ണിൽ ചവിട്ടുമ്പോൾ ഈ എല്ലാം കളറായിരിക്കണം.